ഇന്ത്യയിലെ ഏറ്റവും വലിയ സായുധ സേനാ വിഭാഗമായ CAPF, CRPF തുടങ്ങിയ സേനാ വിഭാഗങ്ങളുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് അമിത്ഷാ ഒരു വലിയ പ്രഖ്യാപനത്തിനാണ് നടത്തിയത്. അതിൽ അനവധി ക്ഷേമ പദ്ധതികൾ കൂടി ഉൾപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്നത് ഈ ഒരു കാലത്ത് ഭരണാധികാരികൾക്ക് പോകാൻ പോലും ഭയമായിരുന്ന ഇടങ്ങളെല്ലാം ഇന്ന് നക്സൽ മുക്തമായിരിക്കുന്നു. 2026 മാർച്ച് 31 നമ്മുടെ രാജ്യം നക്സൽ മുക്ത ഭാരതമായി മാറി. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ നടത്തിയ ഒരു പ്രഖ്യാപനം റെഡ് കോറിഡോർ ഇനി മുതൽ ഡെവലപ്മെന്റ് കോറിഡോർ. അവിടെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി റെഡ് കോറിഡോർ എന്ന് സ്വപ്നം കണ്ട നക്സലുകളെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ഡെവലപ്മെന്റ് കോറിഡോർ എത്തിയിരിക്കുന്നു. ഇതിന് രാജ്യത്തെ പ്രാപ്തമാക്കിയത് ഈ CAPF, CRPF സുരക്ഷാ സേന അംഗങ്ങളുടെ ധീരത തന്നെയാണ്. ആഭ്യന്തര സുരക്ഷ എന്നത് ആ സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥരുടെ ക്ഷേമത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് ശ്രീ അമിത്ഷാ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ നൽകണം, പാർപ്പിടം നൽകണം, സാമ്പത്തിക സുരക്ഷ നൽകണം, പുനരധിവാസ പ്രക്രിയയിൽ അവരെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആയുഷ്മാൻ CAPF ഇ ആവാസ് പോർട്ടൽ, CAPF പുനർവാസ് തുടങ്ങിയ പോർട്ടലുകളും ഇതിനോടനുബന്ധിച്ച് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു, ലോഞ്ച് ചെയ്യപ്പെട്ടു. ഈ സേനാംഗങ്ങൾക്ക് ഓണററി റാങ്ക് നൽകുന്ന സംവിധാനവും നിലവിൽ വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ കാഷ്വാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകും. അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഇതിനെ ആധുനികവൽക്കരിച്ചതുകൊണ്ട് സാധ്യമായി എന്ന് തന്നെ അമിത്ഷാ പറഞ്ഞു. ഇതിനിടയിൽ അമിത്ഷായും ഈ CRPFന്റെ ഈ ഉദ്യോഗസ്ഥരും നേർക്ക് നേർ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആയിരുന്നു ഈ നക്സൽ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത്. പ്രധാനപ്പെട്ട നക്സൽ ഓപ്പറേഷൻ നടക്കുന്ന മേഖലയിലെല്ലാം തന്നെ അമിത്ഷാ നേരിട്ട് എത്തുകയുണ്ടായി. ബസ്തർ, ബസഗുഡ തുടങ്ങിയ മേഖലകളെല്ലാം എത്തുകയും ഈ ജവാന്മാരുമായി സംസാരിക്കുകയും അവർക്ക് വേണ്ട മനോവീര്യം അദ്ദേഹം പകർന്ന് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറയുന്നത് CRPFന്റെ പ്രത്യേക കോബ്ര ബറ്റാലിയനുകൾ, ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ്, ഓപ്പറേഷൻ ഡബിൾ ബുള്ള്, ചക്രബന്ധ തുടങ്ങിയ ഓപ്പറേഷനുകൾ മൂലം നക്സലിന്റെ ആ തലവന്മാരെ ആദ്യം തീർക്കുകയും പിന്നീട് നക്സലിസം പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ CRPFന്റെ ധീരത ഒരിക്കൽ കൂടി താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ തന്റെ വലിയ സന്ദേശം അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.